ഈ ഇഡ്ഡലിക്ക് പച്ചരിയും കാര്യങ്ങളും ഒന്നും വേണ്ട. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പി കണ്ടാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആയില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അവലാണ് കേട്ടോ. അത് നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് ഇതേപോലെ 5 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൽ ഓൾമോസ്റ്റ് നമുക്ക് കളയാൻ പറ്റുന്ന അത്രയും വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമുക്കത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൻ്റെ അംശം കാണും, അത് കുഴപ്പമില്ല. ഇനി അതിലേക്ക് നമ്മൾ എത്രയാണോ അവലെടുത്തത് അതേ അളവിൽ തന്നെ റവ എടുക്കുക. 1.5 കപ്പ് അളവിൽ റവ, പിന്നീട് 1/2 കപ്പ് അളവിൽ തേങ്ങ, ഒരു പച്ചമുളക്, ഒരു സവാളയുടെ പകുതി അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടല്ല, അത്യാവശ്യം വലിയ പീസാണ്. പിന്നെ 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇഡലി മാവ് പോലെ തന്നെ നമുക്ക് തോന്നുന്നില്ലേ? ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും, അതുപോലെ തന്നെ നാരങ്ങ നീരുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇപ്പോൾ നാരങ്ങ നീര് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിനാഗിരി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ ഇഡലി കൂട്ടുക എടുക്കുക. അതിൽ ഓരോ റൗണ്ടിൽ നമ്മൾ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് ഫില്ലായിട്ട് പോവണ്ട, അല്ലാതെ തന്നെ ഒരു മീഡിയം ലെവലിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അതിനു മുമ്പായിട്ട് എണ്ണ തടവാനായിട്ട് മറന്നു പോവല്ലേ. ഇനി ഇതിന്നിട്ട് ആവി കയറ്റി 15 മിനിറ്റൂടെ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയി കിട്ടും. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ നല്ല പച്ചമുളകിട്ട് അരച്ച തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. നമ്മൾ ലൂസായിട്ട് അരച്ചെടുക്കുന്ന ചമ്മന്തിക്കറിയില്ലേ, അതാണ് ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ തണുത്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. പിന്നെ ഞാനിനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊന്ന് കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ വരെയുള്ളൂ, നിങ്ങൾക്ക് പോകാവുന്നതാണ് കേട്ടോ. ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്നാക്ക് വീഡിയോസും എൻ്റെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടു, എന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ അതും കൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക. യൂസ്ഫുൾ ആയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും, യൂസ്ഫുൾ ആയില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറന്നു വരുത്. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാരെങ്കിലും ഇതിന് മുമ്പേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ. സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ.